എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാ മക്കളും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 3ാമത്തെ പാഠഭാഗമാണ്. ഇത് ഏത് വിഷയമാണ് കൂട്ടുകാരെ? ഏത് സബ്ജക്റ്റാണ്? യെസ്, മാത്സ് ആണല്ലേ. നമ്മുടെ ഗണിതമാണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 1000 എന്ന പാഠഭാഗമാണ്. 1000 എന്ന് പറയുന്നത് കുറച്ച് വലിയ സംഖ്യ തന്നെയാണ് അല്ലേ. അപ്പോൾ 1000ത്തെ കുറിച്ചിട്ടുള്ള പാഠഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ കൂട്ടുകാരെ, കാട്ടിലെ കായികമേളയാണ് നടക്കുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ സ്പോർട്സ് നടക്കാറുണ്ട് അല്ലേ. അതേപോലെ തന്നെ കാട്ടിലും ഒരു കായികമേള നടക്കുകയാണ്. ഇവിടെ ആരൊക്കെയുണ്ട് കായികമേളയിൽ? ആനയുണ്ട്, കുരങ്ങനുണ്ട്, അതുപോലെ തന്നെ ജിറാഫ്, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ആ മത്സരം എങ്ങനെയൊക്കെയാണ് അവർ നടത്തുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. കായികമേള. പൂമലക്കാട്ടിൽ കായികമേള നടക്കുകയാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ചെസ് നമ്പർ വാങ്ങേണ്ടതാണ്. 986 മുതലുള്ള 15 പേർ ലോങ് ജമ്പ് മത്സരത്തിന് തയ്യാറാകുക. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ലോങ് ജമ്പ് മത്സരമാണ് നടക്കുന്നത്. 986 മുതലുള്ള 15 നമ്പേഴ്സാണ് ഇതിന് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലും സ്പോർട്സ് നടക്കുമ്പോൾ നമുക്ക് ചെസ് നമ്പറൊക്കെ തരാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ കാട്ടിലും അതേപോലെ തന്നെയാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകൾ എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 986 മുതലാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ 15 നമ്പറാണ് ഉള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ നമ്പറും അടുത്തടുത്ത നമ്പറുകളാണ് വരാറുള്ളത്. അപ്പോൾ 986 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? യെസ്, 987 ആണല്ലേ. 987 ആണ്. അത് കഴിഞ്ഞാൽ 988 എന്ന അടുത്ത നമ്പർ വരും. അതിനുശേഷം 989 വരും. 990 അവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം 991, 992, 993, 994, 995, 996, 997, 998, 999. പിന്നെ ഏതാണ്? നമ്മുടെ 1000 ആണല്ലേ. 1000ത്തിന് എത്ര പൂജ്യം ഉണ്ട് കൂട്ടുകാരെ? 1, 2. ഇപ്പം 1000 ആയോ? ഇല്ല, അത് 100 ആണല്ലേ. ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് 1000 ആകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ നമ്പേഴ്സ് നിങ്ങൾ ആ കോളങ്ങളിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ മുയൽ ഓടി വന്നിട്ട് പറയാണ് ഞാനുമുണ്ടേ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ കുരങ്ങൻ എന്താ പറയുന്നത്? നീ 1001 ആണ് ലോങ് ജമ്പിൽ നിൻ്റെ പേരില്ല. അപ്പോൾ ലോങ് ജമ്പിൽ യഥാർത്ഥത്തിൽ മുയലിൻ്റെ പേര് കൊടുത്തിട്ടില്ല, പക്ഷെ മുയലിന് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1000 വരെയുള്ള ആളുകൾക്ക് ഓൾറെഡി ആയി. അപ്പോൾ അടുത്ത നമ്പറാണ് മുയലിന് കിട്ടുന്നത്. ആ നമ്പർ ഏതാണ്? 1001 ആണ്. 1000ഉം 1ഉം ചേർന്നതാണ് 1001 എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ കുരങ്ങച്ചാരുടെ കയ്യിൽ നിന്നും ചെസ് നമ്പറൊക്കെ എന്ത് സംഭവിച്ചത്? താഴെ വീണു പോയത്. ചിത്രത്തിൽ നോക്കൂ, പാവം കുരങ്ങച്ചാരല്ലേ, ഒക്കെ താഴെ വീണു പോയി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്രമത്തിലാക്കി കൊടുക്കാൻ കുരങ്ങനെ സഹായിക്കാം. അപ്പോൾ ഇവിടെ നമ്പർ നോക്കൂ, 1002, 1003, 1004. അതിന് ശേഷമുള്ള നമ്പർ ഏതായിരിക്കും? 1005 ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ 1005, അതിനുശേഷം 1006, പിന്നെ വരുന്നത് 1007, പിന്നെ 1008, 1009, 1010, 1011. ഓക്കെ, 1012 അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രമത്തിലാക്കി നമ്മൾ കൊടുത്തു അല്ലേ. ഇനി നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നത്. അടുത്തതായിട്ട് അനൗൺസ്മെൻ്റ് ആണ്. മഞ്ചാടി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ചെസ് നമ്പറുകളാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അനൗൺസ് ചെയ്യണമെങ്കിൽ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കണം. കുട്ടനാനയെ സഹായിക്കാമോ? അപ്പോൾ അടുത്ത നമ്മുടെ ഫ്രണ്ട് എന്ന് നമുക്ക് പറയാമല്ലേ, പാവല്ലേ. അപ്പോൾ നമുക്കൊന്ന് സഹായിക്കാം, കുട്ടനാനയെ നമുക്കൊന്ന് സഹായിക്കാം. ഇവിടെയുള്ള നമ്പറുകൾ 879 തന്നിട്ടുണ്ട്. അതവിടെ എന്താണ് ആ വാചകത്തിൽ എഴുതിയിട്ടുണ്ട്, 879 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ഏതാണ് കൂട്ടുകാരെ? 904 ആണല്ലേ. അപ്പോൾ അവിടെ എഴുതേണ്ടത് 904 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 918 ആണ്. അപ്പോൾ അവിടെ 918 എന്ന് എഴുതുക. പിന്നെയുള്ളത് 906, പിന്നെയുള്ളത് 809, പിന്നെയുള്ളത് 749. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകാരിത് എഴുതി കൊടുക്കേണ്ടത്. ഇനി നോക്കൂ, ATM ആണ് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്. സമ്മാനം സ്പോൺസർ ചെയ്തത് ആരാണ്? ടിറ്റു തത്തയാണ്. ഓക്കെ, ടിറ്റു തത്തയാണ്.
സമ്മാനങ്ങൾക്ക് 760 രൂപയായി. എത്ര രൂപയായി? 760 രൂപയായി. പണമെടുക്കാൻ ATM-ൽ പോയി. കാട്ടിലെ ATM-ൽ 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും നോട്ടുകളും നാണയങ്ങളും മാത്രമേ ഉള്ളൂ. ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും കിട്ടിയിട്ടുണ്ടാവും, എത്ര വീതം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൈസ എന്ന് പറയുന്നത് എത്രയാണ്? സമ്മാനം വാങ്ങിക്കാൻ 760 രൂപയാണ് വേണ്ടത്. അപ്പോൾ 760 രൂപയാകാൻ ഏതൊക്കെ 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും നോട്ടുകൾ എടുക്കണമെന്ന് നമ്മളവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഏതൊക്കെ എടുക്കണം കൂട്ടുകാരെ? 760 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 7 100-ൻ്റെ നോട്ട് എടുക്കാം അല്ലേ? 7 100കൾ എടുക്കാം. 7 100കൾ എടുക്കുമ്പോൾ എത്രയായി? 700 രൂപയായി. പിന്നെ ഉള്ളത് 60 ആണ്. അപ്പോൾ 6 10കളും എടുത്താൽ മതി. 6 10കളും എടുത്തു കഴിഞ്ഞാൽ 700 ആയി. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ എടുക്കാം? അടുത്ത ഒരു ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് 760 ഒന്നുകൾ എടുക്കാം. 760 ഒന്നുകൾ എടുത്താലും നമുക്ക് ആവും. ഇനിയും ഒരുപാട് വഴികളിലൂടെ നമുക്ക് 760 എടുക്കാം. അപ്പോൾ കൂട്ടുകാരെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് പണം ശേഖരിക്കാം എന്നുള്ളതാണ്. കായികമേളയുടെ ഭക്ഷണത്തിനായി പണം ശേഖരിക്കാൻ 4 പേരെ ചുമതലപ്പെടുത്തി. കിട്ടിയ തുക എഴുതിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചുമതലയുള്ള ആദ്യത്തെ ആൾക്ക് കിട്ടിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ മുതലയാണല്ലേ. മുതലക്ക് കിട്ടിയിട്ടുള്ളത് 100-ൻ്റെ 9 നോട്ടുകളാണ്. 100-ൻ്റെ 9 നോട്ടുകൾ എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? 900 രൂപയായി അല്ലേ? 900 രൂപയായി. ഇനി അടുത്തത് 10-ൻ്റെ 8 നോട്ടുകളാണ് കിട്ടിയത്, അഥവാ 80 രൂപയായി. ഇനി 1-ൻ്റെ 3 നോട്ടുകൾ കിട്ടി, അപ്പോൾ 3 രൂപയായി. അപ്പോൾ 980 3 എത്രയാണ് കൂട്ടുകാരെ? 980 3 എന്ന് പറയുമ്പോൾ 983 അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് നമ്മുടെ കുറുക്കന് കിട്ടിയിട്ടുള്ളത് 100-ൻ്റെ 7 നോട്ടുകളാണ്. 100-ൻ്റെ 7 നോട്ടുകൾ എന്ന് പറയുമ്പോൾ 700 രൂപയായി. ഇനി 10-ൻ്റെ 14 നോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 14 നോട്ടുകൾ എന്ന് പറയുമ്പോൾ 140 രൂപയായി. ഇനി എന്ത് ചെയ്യണം? 700-ഉം 140-ഉം കൂടെ നമുക്ക് കൂട്ടി നോക്കണം. എത്രയായിരിക്കും ഉത്തരം വരുന്നത്? 4 വരും. 7 1 8 എത്രയാണ്? 840 രൂപ കിട്ടിയിട്ടുണ്ടാവും. 840. ഇനി അടുത്തത് നമ്മുടെ കാക്കയാണ്. കാക്കയ്ക്ക് 785 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും? 700 കിട്ടണമെങ്കിൽ 785-ൽ 700 കിട്ടണമെങ്കിൽ 100-ൻ്റെ 7 നോട്ടുകൾ ഉണ്ടായിരിക്കും. ഇനി അടുത്തതായി 85 ആണ്. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്നത് 8 എണ്ണമാണ്. അപ്പോൾ 10-ൻ്റെ 8 നോട്ടുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. 1 രൂപ നാണയങ്ങൾ 5 എണ്ണവും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാവും കിട്ടിയിട്ടുണ്ടാവുക. ഇനി അടുത്തത് 909 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. 10-ൻ്റെ 10 നോട്ടുകൾ ആൾ എടുത്തിട്ടുണ്ടെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. 10-ൻ്റെ 10 നോട്ട് എന്ന് പറയുമ്പോൾ അവിടെ 100 രൂപയായി. ഇനി ബാക്കി എത്രയുണ്ട്? 909 കുറക്കണം 100 എത്രയാണ് കൂട്ടുകാരെ? 809 രൂപയാണ് ഉള്ളത്. അപ്പോൾ 809 രൂപയിൽ 8 എന്ന് പറയുന്നത് എന്താണ്? 100-ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 8 100കൾ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെയുള്ളത് 9 ആണ്. 9 ഒന്നുകളും എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആകെ 909 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി ചക്കിപ്പരന്ത് ശേഖരിച്ച തുക 785. ഈ തുക എങ്ങനെയൊക്കെയാവും എന്ന് കാട്ടിലെ കൂട്ടുകാർ ആലോചിച്ചത് നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 785 രൂപയെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും? അപ്പോൾ 785-ന് 7 100കളും പിന്നെ എത്രയാണ്? എത്ര 10കളാണ് ഇവിടെ ഉള്ളത്? 8 10കളാണല്ലേ. അപ്പോൾ ഇവിടെ മിസ്സിങ് ആയുള്ളിടത്ത് 8 10കൾ എന്ന് എഴുതി കൊടുക്കുക. 5 ഒന്നുകളും ചേരുമ്പോൾ 785 ആവുന്നു. ഇനി 7 100കളുണ്ട്. പിന്നെ എത്ര ഒന്നുകളാണുള്ളത്? 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ബാക്കി എത്രയാണുള്ളത്? 85 ഒന്നുകളാണ് അവിടെ ഉള്ളത്. 85 ഒന്നുകൾ. ഇനി 700 പ്ലസ് 5 ഉണ്ട്. പിന്നെ എത്രയാ? 700 പ്ലസ് 80 പ്ലസ് 5 ആണ് 705 എന്ന് പറയുന്നത്. ഇനി 6 100കളും ഡാഷ് 10കൾ 5 ഒന്നുകൾ എന്ന് പറയുന്നുണ്ട്. 6 100കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 600 ആയി അല്ലേ. അപ്പോൾ 705-ൽ നിന്നും 600-ഉം 5-ഉം കുറച്ചു. ഓക്കെ, 600 705 കുറക്കണം 605 എത്രയാണ് കൂട്ടുകാരെ? 180 ആണല്ലേ. അപ്പോൾ 18 10കൾ വേണം. 18 10കൾ ആവശ്യമായിട്ടുണ്ട്. ഇനി 785 എന്ന് പറയുമ്പോൾ എത്ര ഒന്നുകളാണ് അവിടെ ഉള്ളത്? 785 ഒന്നുകൾ തന്നെയാണ്.
ഇനി 78 5 78 എന്ന് പറയുന്നത് അതിലെന്താണ് 78 പത്തുകളാണല്ലേ 78 പത്തുകളാണ് പത്തുകളും 5 ഒന്നുകളുമാണ്. ഇനി 70 പത്തുകളുണ്ട് 85 എന്താണ് ഒന്നുകളാണ്. 70 10 എന്ന് പറയുമ്പോൾ 785 ഒന്നുകളുണ്ടായിരിക്കും. 600ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 785 കിട്ടുന്നത്? 755 മൈനസ് 600 എന്ന് പറയുന്നത് എത്രയാണ്? 185 ആണ്. ഓക്കെ 185. അപ്പോൾ ഇവിടെ പ്ലസ് എന്നുള്ളിടത്ത് 185 എഴുതി കൊടുക്കുക. ഇനി കുഞ്ഞൻ മൂങ്ങക്ക് കിട്ടിയ 909 രൂപയെ വ്യത്യസ്ത രീതിയിൽ നോട്ട് ബുക്കിൽ എഴുതൂ. 909നെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഒന്ന് ടീച്ചർ പറഞ്ഞു തരാം, രണ്ടെണ്ണം പറഞ്ഞു തരാം. ഒന്ന് എന്ന് പറയുന്നത് 9 നൂറുകളും അതുപോലെ തന്നെ 9 ഒന്നുകളും. 10 അവിടെ ഇല്ല, അപ്പോൾ 9 ഒന്നുകളും. ഇനി രണ്ടാമത്തേത് 909 ഒന്നുകളാക്കി നമുക്ക് എഴുതാം. 909 ഒന്നുകൾ എന്നും നമുക്ക് എഴുതാം. ഇനി അടുത്തത് തീറ്റ മത്സരമാണ്. തീറ്റ മത്സരത്തിനായി കരിമ്പ് കെട്ടുകളാക്കി വെക്കുകയാണ് മല്ലനാന. ആരാണ്? മല്ലനാന. 100 എണ്ണം വീതമുള്ള 20 കെട്ടുകൾ തയ്യാറാക്കി. ആകെ എത്ര കരിമ്പുകൾ? അപ്പോൾ ഒരു കെട്ട് തയ്യാറാക്കി, ആ ഒരു കെട്ടിൽ 100 എണ്ണം ഉണ്ട്. അങ്ങനെ എത്ര കെട്ടുകൾ തയ്യാറാക്കി? 20 കെട്ടുകൾ തയ്യാറാക്കി. അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ ആകെ ഉള്ളത്? എങ്ങനെ നമുക്ക് കാണാം? നമുക്ക് 100 × 20 ചെയ്തു നോക്കാം. എത്ര ഉത്തരം കിട്ടും? 2000 എന്ന് കിട്ടും. ഓക്കെ 2000. അല്ല എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് 100 എണ്ണം 10 എണ്ണം ആകുമ്പോൾ എത്ര ആവും? 1000 എണ്ണം ആവും അല്ലേ? അപ്പോൾ 20 എണ്ണം ആകുമ്പോൾ 1000 + 1000 2000 ആകും. അങ്ങനെയും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. ഇനി അടുത്തത് തീറ്റ മത്സരം നടക്കുന്നിടത്തേക്ക് കരിമ്പ് കൊണ്ടുപോകാമെന്ന് ജിംബൻ ജിറാഫും ബാലുക്കരടിയും ഡിങ്കു കഴുതയും സമ്മതിച്ചു. എത്ര എണ്ണം വീതമാണ് ഓരോരുത്തരും കൊണ്ടുപോയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് ആരെയാണ്? ജിംബൻ ജിറാഫിനെയാണ് തന്നിട്ടുള്ളത്. ജിംബൻ ജിറാഫ് 6 കെട്ടുകൾ കൊണ്ടുപോയി. അപ്പോൾ എത്ര കരിമ്പുകൾ ഉണ്ടായിരിക്കും? ഒരു കെട്ടിൽ 100 എണ്ണമാണ് അല്ലേ? അപ്പോൾ 6 × 100 എത്രയാണ്? 6 × 100 എന്ന് പറഞ്ഞാൽ 600 ആണ്. 600 എണ്ണമാണ് നമ്മുടെ ജിംബൻ ജിറാഫ് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ആരാണ്? അടുത്തത് നമ്മുടെ ബാലുക്കരടിയാണ് അല്ലേ? ബാലുക്കരടി 10 എണ്ണമാണ് കൊണ്ടുപോയത്. അപ്പോൾ ഒരെണ്ണത്തിൽ 100 എണ്ണമാണ്. 10 × 100 എന്ന് പറയുന്നത് 1000 ആണ്. ഇനി അടുത്തത് നമ്മുടെ ഡിങ്കു കഴുതയാണ്. പക്ഷെ ഡിങ്കു കഴുത എത്രയാണ് കൊണ്ടുപോയത് എന്നൊന്നും അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം ആകെ ഉണ്ടായിരുന്നത് എത്രയാണ്? 2000 ആണ് അല്ലേ? അപ്പോൾ 2000-ൽ നിന്നും ഈ ജിംബൻ ജിറാഫും ബാലുക്കരടിയും കൊണ്ടുപോയത് നമുക്ക് കുറച്ചാൽ മതി. അപ്പോൾ ഒന്ന് 600-ഉം ഒന്ന് 1000-ഉം ആണ്. 1000 + 600 എന്ന് പറയുന്നത് 1600 ആണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും കൂട്ടുകാരെ? 400 ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഡിങ്കു കഴുത കൊണ്ടുപോയിട്ടുള്ളത് ആകെ 400 എണ്ണമാണ്. 400 എന്ന് പറയുമ്പോൾ ഒരു കെട്ടിൽ 100 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ 4 കെട്ടാണ് കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? ഇനി തീറ്റ മത്സരത്തിനായി കൊണ്ടുവന്ന 2000 മാമ്പഴം 4 ചാക്കുകളിൽ തുല്യമായി വെച്ചിരിക്കുകയാണ്. ഓരോ ചാക്കിലും എത്ര വീതം ഉണ്ടായിരിക്കും? അപ്പോൾ 2000 ആണ് ആകെ ഉള്ളത് അല്ലേ? 2000 മാങ്ങയാണ് ആകെ ഉള്ളത്. ഈ 2000-ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ് അല്ലേ? 1000-ൻ്റെ പകുതി എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 500 വീതം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ 500 വെച്ചു, ഇവിടെ 500 വെച്ചു, അപ്പോൾ 1000 ആയി. വീണ്ടും 500 വെച്ചു, വീണ്ടും 500 വെച്ചു, അപ്പോൾ ഇവിടെയും 1000 ആയി. 1000 + 1000 എന്ന് പറയുന്നത് 2000. അപ്പോൾ ഓരോ ചാക്കിലും ഉള്ളത് 500 മാമ്പഴം വീതമാണ്. ഇനി അടുത്തത് വെള്ളംകുടി മത്സരമാണ്. അപ്പോൾ ഓരോ മത്സരങ്ങളും ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണല്ലേ? വെള്ളംകുടി മത്സരത്തിന് പേര് നൽകിയവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്ന് മല്ലനാനയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 50 ലിറ്റർ, 20 ലിറ്റർ, 10 ലിറ്റർ വെള്ളം വീതം നിറച്ച പാത്രങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നയാളാണ് ജയിക്കുന്നത്. അപ്പോൾ 50, 20, 10 ഇതിങ്ങനെ 3 ലിറ്ററിൻ്റെ പാത്രങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജിംബൻ ജിറാഫ് കുടിച്ചത് കൊമ്പനാന, ജിൻഡുക്കരടി, കുട്ടനൊട്ടകം, മല്ലൻകടുവ, ചില്ലുകാട്ടുപോത്ത്. ഇത്രയും പേരാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും കുടിച്ചത് നമുക്കൊന്ന് എഴുതി നോക്കാം. ജിംബൻ ജിറാഫ് 50 ലിറ്ററിൻ്റെ 1 കുടിച്ചു. ഓക്കെ, അപ്പോൾ എത്രയായി? ഇവിടെ 50 ആയി. ഓക്കെ,
50. 20 ലിറ്ററിൻ്റെ 3 എണ്ണം കുടിച്ചു. ഒരു 20 ലിറ്റർ കുടിച്ചു, വീണ്ടും 20 ആയി. 20 ലിറ്റർ കുടിച്ചു, അപ്പോൾ 40 ആയി. വീണ്ടും 20 ലിറ്റർ കുടിച്ചു, അപ്പോൾ 60 ലിറ്ററാണ് 20ൻ്റെ കുടിച്ചിട്ടുള്ളത്. ഇനി 10ൻ്റെ 1 കുടിച്ചത്, അപ്പോൾ 10 തന്നെയാണ്. അപ്പോൾ എത്രയായി? നമുക്ക് കൂട്ടി നോക്കാം. 50ഉം 60ഉം 10ഉം എത്രയാ കൂട്ടുകാരെ? 5ഉം 6ഉം 11, 11ഉം 1ഉം 12. അപ്പോൾ എത്രയാണ്? 120 ലിറ്ററാണ് നമ്മുടെ ജിംബൻ ജിറാഫ് കുടിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് ആരാണ്? അടുത്തത് കൊമ്പനാനയാണ്. കൊമ്പനാന 50 ലിറ്ററിൻ്റെ 3 എണ്ണം കുടിച്ചു. 3 50 എന്ന് പറയുന്നത് എത്രയാണ്? 150 ആയി. ഇനി അടുത്തത് 20 ലിറ്ററിൻ്റെ 4 എണ്ണം കുടിച്ചു. 20 ലിറ്ററിൻ്റെ 3 എണ്ണം കുടിച്ചപ്പോൾ 60 ആയിരുന്നു. 4 എണ്ണം കുടിക്കുമ്പോൾ 80 ലിറ്റർ ആവും. ഇനി 10ൻ്റെ 2 എണ്ണം കുടിച്ചു, അഥവാ 20 ലിറ്ററായി. അപ്പോൾ എത്രയായി? ആകെ 150ഉം അതുപോലെ തന്നെ 80, 20. 10, 10ഉം 5ഉം 15, ബാക്കി 1 250 ലിറ്ററാണ് നമ്മുടെ കൊമ്പനാന കുടിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ജിൻഡുക്കരടിയാണ്. ജിൻഡുക്കരടി 20ൻ്റെ 2 എണ്ണമാണ് കുടിച്ചത്, അപ്പം 40 ആയിട്ട് മാറി. ഇനി 10ൻ്റെ 2 എണ്ണം കുടിച്ചു, 20 ആയിട്ട് മാറി. 40ഉം 20ഉം 60 ആണ്. നമുക്ക് കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാവല്ലേ. ഇനി കുട്ടനൊട്ടകം 20 ലിറ്ററിൻ്റെ 5 എണ്ണം കുടിച്ചു. 5 എണ്ണം കുടിക്കുമ്പോൾ അവിടെ 100 ലിറ്ററായിട്ട് മാറി. അതുപോലെ തന്നെ 10ൻ്റെയും 10 എണ്ണം കുടിച്ചു, അപ്പോൾ അവിടെയും 100 ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര എണ്ണമായി കൂട്ടുകാരെ? 200 ലിറ്റർ ആയി. 100 + 100 എന്ന് പറയുന്നത് 200 ആയി. ഇനി മല്ലൻ കടുവ 80 കുടിച്ചത്, പക്ഷേ ഏതാണ് കുടിച്ചത് എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ 80 ആവണമെങ്കിൽ 50 ലിറ്ററിൻ്റെ 1 കുടിക്കേണ്ടി വരും അല്ലേ? 50 ലിറ്ററിൻ്റെ 1 കുടിക്കുക, 20 ലിറ്ററിൻ്റെ 1 കുടിക്കുക, അപ്പോൾ 50ഉം 20ഉം 70 ആയി. ബാക്കി 10 ആണുള്ളത്, 10 ലിറ്ററിൻ്റെ 1 കുടിക്കുക, അപ്പോൾ 80 ആയി. ഇനി ചില്ലുകാട്ടുപോത്ത് 100 കുടിച്ചിട്ടുള്ളത്. 100 കുടിക്കണമെങ്കിൽ 50ൻ്റെ 2 പാത്രം കുടിച്ചാൽ 100 ആവും അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ഒന്നാമത്തേത് ആരാണ് ജയിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ളത് ആരാണ്? 250 കുടിച്ചത് നമ്മുടെ കൊമ്പനാനയാണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് എഴുതണം? കൊമ്പനാന എന്ന് എഴുതി കൊടുക്കുക, കൊമ്പനാന. ഇനി 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുന്നതിന് പകരം 20 ലിറ്ററിൻ്റെ എത്ര പാത്രം വെള്ളം കുടിക്കണം? 50 ലിറ്ററിൻ്റെ 2 പാത്രം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ 50 ഒരെണ്ണം കുടിച്ചു, 50 അടുത്തത് കുടിച്ചു, എത്രയാണ്? 100 ആയി മാറി അല്ലേ? 100 ലിറ്ററിൻ്റെ മാറി. 20 ലിറ്റർ ആണെങ്കിൽ എത്ര കുടിക്കണം? 20 കുടിച്ചു, വീണ്ടും 20 കുടിച്ചു, അപ്പോൾ 40 ആയി. വീണ്ടും 20 കുടിച്ചു, 60 ആയി. വീണ്ടും 20 കുടിച്ചു, 80 ആയി. വീണ്ടും 20 കുടിച്ചു, 100 ആയി. അപ്പോൾ എത്ര കുടിച്ചു? 1, 2, 3, 4, 5 എണ്ണം കുടിച്ചു. അപ്പോൾ അതിന് പകരം 5 എണ്ണം കുടിക്കണം. ഇനി 10 ലിറ്ററിൻ്റെതാണെങ്കിലോ? 10 100 ആവണമെങ്കിൽ എത്ര എണ്ണം കുടിക്കണം നമ്മൾ കൂട്ടുകാരെ? 10 ആവണമെങ്കിൽ 10 തവണ കുടിക്കണം അല്ലേ? 10 തവണ നമ്മൾ കുടിക്കണം. ഇനി വേനൽക്കാലത്ത് വെള്ളം കുറയുമെന്ന് അറിയാമല്ലോ, വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കണമെന്ന് നമുക്കൊരു ഇൻസ്ട്രക്ഷനും കൂടെ ഇതിൻ്റെ ഇടയിൽ തന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തരും കുടിച്ച വെള്ളത്തിൻ്റെ ലിറ്ററിലുള്ള അളവ് ആരോഹണ ക്രമത്തിൽ എഴുതണം. ആരോഹണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏതാണ്? 60 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 60 എഴുതി കൊടുക്കുക. പിന്നെ ചെറുത് 80 ആണ്, 80 എഴുതുക. പിന്നെ 100 ആണ്. 100 കഴിഞ്ഞാൽ 120 വരും. 120 കഴിഞ്ഞാലോ 200 വരും. അതിനുശേഷം നമ്മുടെ കൊമ്പനാനയുടെ 250 വരും. അപ്പോൾ ഇങ്ങനെ ഈ ബോക്സിൽ എഴുതി കൊടുക്കാം. അടുത്തത് സമ്മാന കൂപ്പണാണ്. കായിക മത്സരത്തിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ വരുന്നവർക്ക് കങ്കാരു സ്പോർട്സ് 900 രൂപ വീതമുള്ള സമ്മാന കൂപ്പണുകൾ നൽകി. ഓരോരുത്തർക്കും 3 സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. അവർ തിരഞ്ഞെടുത്തത് ഏതൊക്കെ സാധനങ്ങളാകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് 900 വില വരുന്നത് വരെ 3 സാധനങ്ങൾ നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആളാരാണ്? കടുവയാണല്ലോ. അപ്പോൾ കടുവക്ക് 900 രൂപക്ക് സാധനം വാങ്ങിക്കണം. അപ്പോൾ എന്തൊക്കെ വാങ്ങിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കടുവ ഒരു ഷട്ടിൽ ബാറ്റ് വാങ്ങിക്കുകയാണ്. ഷട്ടിൽ ബാറ്റിന് എത്രയാണ്? 300 രൂപയാണല്ലേ. അപ്പോൾ 300 രൂപയുടെ ഷട്ടിൽ ബാറ്റ് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വോളിബോൾ വാങ്ങിച്ചു. ഓക്കെ, വോളിബോളാണ് വാങ്ങിക്കുന്നത്. വോളിബോളിന് എത്രയാണ്? 350 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എത്രയായി? 650 രൂപയായി അല്ലേ. ബാക്കി എന്ന് പറയുന്നത് 250 ആണ്. 250 ഇവിടെ എന്തൊക്കെ വാങ്ങിക്കാം? ഒരു സാധനം കൂടെ വാങ്ങിക്കാം, ഷട്ടിൽ കോക്ക് വാങ്ങിക്കാം. അപ്പോൾ 250 ആയി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 900 ആയി. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. 1 ഷട്ടിൽ ബാറ്റ് 300 രൂപ വില. അതുപോലെ തന്നെ ഷട്ടിൽ കോക്ക്
എത്രയാണ്? 250 രൂപ. വോളിബോള് 350. അപ്പോൾ കടുവക്കുള്ളത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ആളായിട്ടുള്ള കാക്കയെ നോക്കാം. കാക്ക ആദ്യം വാങ്ങിച്ചത് ഒരു 600 രൂപയുടെ ഷൂ ആയിരുന്നു. ഒരു ഷൂസ് വാങ്ങിച്ചു. അതിനുശേഷം 200 രൂപയുടെ ജേഴ്സി വാങ്ങിച്ചു. ഇപ്പോൾ എത്രയായി? 800 ആയി അല്ലേ? ബാക്കി 100 രൂപയാണുള്ളത്. ആ 100 രൂപക്ക് ഒരു ചെസ് ബോർഡും വാങ്ങിച്ചു. അപ്പോൾ എത്രയായി കൂട്ടുകാരെ? ആകെ 900 ആയി. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാം. വാങ്ങിച്ചിട്ടുള്ളത് 1 ഷൂസ് വാങ്ങിച്ചു 600 രൂപ. അതുപോലെ തന്നെ ജേഴ്സി വാങ്ങിച്ചു. ജേഴ്സിക്ക് 200 രൂപ. ഇനി ഒരു ചെസ് ബോർഡ് വാങ്ങിച്ചു. ചെസ് ബോർഡിന് 100 രൂപ. ഓക്കെ. ഇനി അടുത്ത എന്താണ്? അടുത്ത നമ്മുടെ മീനാണല്ലേ, തിമിംഗലമാണ്. അപ്പോൾ തിമിംഗലം വാങ്ങിച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. തിമിംഗലത്തിനും 900 രൂപക്ക് സാധനം വാങ്ങിക്കണം. അപ്പോൾ തിമിംഗലം എന്ത് ചെയ്തു? ഷട്ടിൽ ബാറ്റ് തന്നെ വാങ്ങിച്ചു. 300 രൂപയുടെ ഷട്ടിൽ ബാറ്റ് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഒരു നെറ്റ് വാങ്ങിച്ചു. നെറ്റിന് എത്രയാണ്? 400 രൂപയാണ്. അപ്പോൾ രണ്ടും കൂടെ 700 ആയി. ഇനി ബാക്കി 200 രൂപയേ ഉള്ളൂ. അപ്പോൾ 200 രൂപക്ക് ഒരു ജേഴ്സിയും കൂടെ വാങ്ങിച്ചു. അപ്പോൾ 900 ആകുകയായി. അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഒന്ന് വാങ്ങിച്ചത് ഷട്ടിൽ ബാറ്റാണ്. ഷട്ടിൽ ബാറ്റ് 300 രൂപ. അതുപോലെ തന്നെ നെറ്റ് 400 രൂപ. ജേഴ്സി 200 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവുക. ഇനി അടുത്തത് നോക്കൂ. കുട്ടികളുടെ മത്സരമാണ്. കുട്ടികളുടെ മത്സരത്തിനായി ചെസ് നമ്പറുകൾ തയ്യാറാക്കുന്നത് മിട്ടുമുയലാണ്. ഓക്കെ, ആരാണ്? മിട്ടുമുയലാണ്. ഇവിടെ 100 മീറ്റർ ഓട്ടത്തിനായി 10 മുതൽ 20 വരെയുള്ള ചെസ് നമ്പറുകൾ തയ്യാറാക്കി. ചെസ് നമ്പറുകൾ എഴുതിയ എത്ര കാർഡുകൾ ഉണ്ടായിരിക്കും? 10 മുതൽ 20 വരെയാണ്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ തോന്നാം 10 നമ്പറുകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. പക്ഷെ ജസ്റ്റ് നിങ്ങൾ കയ്യിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എത്ര നമ്പറുകളുണ്ട്? 11 നമ്പറുകൾ ഉണ്ടായിരിക്കും. കാരണം 10ഉം 20ഉം അതിൻ്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ 11 മുതൽ 20 വരെയാണെങ്കിൽ 10 നമ്പറുകളായിരുന്നു. ഇത് 10ഉം കൂടെ ഉള്ളത് കൊണ്ട് 11 നമ്പറാണ് ആകെ ഉണ്ടായിരിക്കുക. ഇനി നീന്തൽ മത്സരത്തിന് 30 മുതൽ 50 വരെയുള്ള കാർഡുകൾ ഉണ്ടാക്കി എത്ര പേർക്കാണ് കാർഡുകൾ കൊടുത്തത്? 30 മുതൽ 50 വരെയാണ്. അപ്പോൾ 21 കാർഡുകൾ ഉണ്ടായിരിക്കും. ഇനി നെല്ലിക്ക പെറുക്കലാണ്. നെല്ലിക്ക പെറുക്കാൻ 60 മുതൽ 100 വരെയാണുള്ളത്. അപ്പോൾ എത്ര കാർഡുകളായിരിക്കും? 41 കാർഡുകൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? 20 - 10 എത്രയാണ്? 10 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ 11 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മൾ 50 - 30 ചെയ്യുക. അങ്ങനെയും നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ. ആകെ രണ്ടക്ക സംഖ്യകൾ എത്രയാണ്? എത്ര സംഖ്യകൾ, രണ്ടക്ക സംഖ്യകൾ ഇതിലുണ്ടായിരിക്കും? എത്ര ഉണ്ടായിരിക്കും കൂട്ടുകാരെ? 90 രണ്ടക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇനി 100 മുതൽ 200 വരെ എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 100 മുതൽ 200 വരെ എത്രയാണ്? 101 സംഖ്യകളാണ് ഉണ്ടായിരിക്കുക. ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ അതിലുണ്ടായിരിക്കും? എത്ര ഉണ്ടായിരിക്കും? 900 ഉണ്ടായിരിക്കും. ഇനി 1നും 100നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടായിരിക്കും? 1നും 100നും ഇടയിൽ ആകെ 100 സംഖ്യകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി അടുത്തത് കാർഡുകളിയാണ്. സംഖ്യാ കാർഡ് കളിയിൽ ഞാനുമുണ്ട് എന്നാണ് പറയുന്നത്. ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആൾ ജയിക്കുമെന്നാണ് പറയുന്നത്. മണിയനുറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ. ഏതൊക്കെ കാർഡുകളാണ് കൂട്ടുകാരെ കിട്ടിയിട്ടുള്ളത്? 9, 3, 2, 5 ഈ കാർഡുകളാണ് കിട്ടിയത്. ഇത് വെച്ചുകൊണ്ട് മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു സംഖ്യ എടുക്കാം. 9 തന്നെ എടുക്കാം അല്ലേ? 9 വെച്ചിട്ട് ഏതൊക്കെ മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 9, 3, 2 ഉണ്ടാക്കാം. 9, 5, 3 ഉണ്ടാക്കാം. അതുപോലെ തന്നെ 9, 2, 3 ഉണ്ടാക്കാം. അതുപോലെ തന്നെ 9, 5, 2 ഉണ്ടാക്കാം. പിന്നെ ഏതെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? 9, 3, 5 ഉണ്ടാക്കാം. അതുപോലെ തന്നെ 925 ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് 3 എടുക്കാം. 3 വെച്ചുകൊണ്ട് 3, 9, 2 ഉണ്ടാക്കാം. അതുപോലെ തന്നെ 3, 9, 5 ഉണ്ടാക്കാം. അതുപോലെ 3, 2, 5 ഉണ്ടാക്കാം. 3, 2, 9 ഉണ്ടാക്കാം. ഇനി അടുത്തത് 3, 5, 9 ഉണ്ടാക്കാം. 3, 5, 2 ഉണ്ടാക്കാം.
ഓക്കെ, അപ്പോൾ 3ൻ്റെയും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 എടുക്കാം. 2 എടുത്തിട്ടും ഇതേപോലെ തന്നെ ചെയ്യുക. 2 9 3, അതുപോലെ തന്നെ 2 9 5. ഇനി ഏതുണ്ടാക്കാം? 2 3 9, അതുപോലെ തന്നെ 2 5 2. ഓക്കെ, ഇനി അടുത്തത് 2 5 3, അതുപോലെ തന്നെ 2 3 5. ഇത്രയും നമ്പേഴ്സ് നമുക്ക് 2 വെച്ചുകൊണ്ട് ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ 5 വെച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? 5 9 3, 5 9 2, 5 3 2, 5 3 9, 5 2 9, 5 2 3. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് കൂട്ടുകാരെ? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്, ഇതിലെ വലിയ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 9, അതുപോലെ തന്നെ അടുത്ത വലിയ സംഖ്യ 5, അടുത്ത വലുത് 3. അപ്പോൾ 953 ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 235 ആണ്. ഇനി ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ചെറുത് 235 ആണ്. ഇപ്പോൾ ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 2 എണ്ണം വരയ്ക്കുക, 10ൻ്റെ സ്ഥാനത്ത് 3 എണ്ണം വരച്ചു കൊടുക്കുക, 1ൻ്റെ സ്ഥാനത്ത് 5 എണ്ണം വരയ്ക്കുക. 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ അബാക്കസ് നിങ്ങൾ വരയ്ക്കേണ്ടത്. തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തുടർച്ചയായ 2 സംഖ്യകൾ എന്ന് പറയുന്നത് 1 + 2, 2 + 3, അത് അങ്ങനെയുള്ള സംഖ്യകളാണ്. അപ്പോൾ 1 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. 5 + 6 എന്ന് പറയുന്നത് 11 ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയാണ്. ഓക്കെ, പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആയിരിക്കും. ഒറ്റ സംഖ്യ. ഇനി അടുത്തത് 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത. 2 ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. 1 3 എത്രയാണ്? 5 ആണ് അല്ലേ? 5 7 എത്രയാണ്? 12 ആണ്. ഇതൊക്കെ ഒറ്റ സംഖ്യകളാണ്. 4 1 3 1 4 ഒറ്റ സംഖ്യകളാണ്. ഇതൊക്കെ എന്താണ്? 4 12 എന്നുള്ളത് എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കും. ഇരട്ട സംഖ്യ. ഇനി 2 ഇരട്ട സംഖ്യയുടെ തുക. ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 + 4 എത്രയാണ്? 6 ആണ്. 6 + 8 അതും ഇരട്ട സംഖ്യയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ തുകയും എത്രയാണ്? ഇരട്ട സംഖ്യകൾ ആയിരിക്കും. ഇരട്ട സംഖ്യ. ഇനി 6 60 600 ചേർന്നാൽ എത്രയാണ്? 100ൻ്റെ സ്ഥാനത്ത് 600 ആണുള്ളത്, 10ൻ്റെ സ്ഥാനത്ത് 60 ആണ്. അപ്പോൾ വീണ്ടും 6 വരും, 1ൻ്റെ സ്ഥാനത്ത് 6 ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 666 ആണ്. ഇനി 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര 10കൾ ചേർന്നതിന് തുല്യമാണ്? 8 നൂറുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 8 നൂറുകൾ എന്ന് പറയുന്നത് 800 ആണ് അല്ലേ? 800 എന്ന് പറയുന്നത് എത്ര 10ന് തുല്യമാണ് കൂട്ടുകാരെ? 80 10ന് തുല്യമാണ്. 80 10 എന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ പ്രവർത്തനങ്ങളാണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ 7 100ഉം 6 10ഉം 5ഉം 1ഉം ചേർന്ന് സംഖ്യ ഉണ്ടാക്കിയപ്പോൾ 675 എന്നെഴുതി. ശരിയായ സംഖ്യ ഏതാണ്? 675ൻ്റെ കൂടെ എത്ര 10കൾ ചേർത്താൽ ശരിയായ സംഖ്യ ലഭിക്കും? ഇവിടെ 7 100 ആണല്ലേ? 7 100 6 10 5 1. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 765 ആണ്. അപ്പോൾ 675ഉം 765ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 9 10കളുടെ, അത് 90 ആണ് വ്യത്യാസം. അപ്പോൾ 9 10കൾ ചേരുമ്പോൾ ശരിയായിട്ട് കിട്ടും. ഇനി 2 അബാക്കസിൽ 100ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 10ൻ്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയും? അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് ഇത് പോയിട്ട് ഇങ്ങോട്ട് പോവുകയാണ് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1 2 3 4. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 4, 10ൻ്റെ സ്ഥാനത്ത് 2, 1ൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ സംഖ്യ എന്ന് പറയുന്നത് 423 ആണ്. ഇനി മുത്ത് ഇങ്ങോട്ട് മാറ്റുമ്പോഴോ അപ്പോൾ ഇവിടെ 3 ആയിട്ട് മാറും അല്ലേ? 10ൻ്റെ സ്ഥാനത്ത് 3 ആയിട്ട് മാറും, 1ൻ്റെ സ്ഥാനത്ത് 3 ആയിട്ട് മാറും. അപ്പോൾ 333 ആയിട്ട് മാറും. ഇനി അടുത്തത് 100ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ൻ്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 100ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്ത് 1ൻ്റെ സ്ഥാനത്തേക്ക് ഇടുകയാണ്. ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 99 ആയിരിക്കും വ്യത്യാസമായിട്ട് വരുന്നത്.
അടുത്തത് അബാക്കസിൽ ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 432 ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 234. കാരണം അവിടെ എന്താണ്? 4 എണ്ണമാണ് നമുക്ക് 100ൻ്റെ സ്ഥാനത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രമേ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അടുത്ത പാറ്റേൺ പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഇവിടെ 596, 597, 598. അപ്പോൾ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 1 വീതമാണ് കൂടുന്നത്. അതുകൊണ്ട് അടുത്ത സംഖ്യ 599 ആയിരിക്കും. ഒന്നും കൂടെ കൂടുമ്പോൾ 600 ആയിരിക്കും. 102, 112, 122. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 132, 142. അവിടെ 10 വീതമാണ് കൂടുന്നത്. 123, 234, 345. അടുത്തതെന്ന് പറയുന്നത് 452, 567. അടുത്തത് 986, 886, 786. അവിടെ 100 വീതം താഴേക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അടുത്തത് 686 ആയിരിക്കും. അതിനുശേഷം 586 എന്ന് വരും. ഇനി 900, 890, 880. അവിടെ 10 വീതം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 880ൽ നിന്നും 10 കുറയുമ്പോൾ 870 കിട്ടും. വീണ്ടും 10 കുറയുമ്പോൾ 860 കിട്ടും. ഇതേപോലെയുള്ള ഒരു പാറ്റേൺ നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. 100, 200, 300, 400 എന്ന പാറ്റേൺ എഴുതി കൊടുക്കാം. അടുത്തത് കളം പൂർത്തിയാക്കൂ എന്നുള്ളതാണ്. 789 സംഖ്യ. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും? 789 ഒന്നുകളാക്കി എഴുതാം. 78 പത്തുകളും 9 ഒന്നുകളുമാക്കി എഴുതാം. അതുപോലെ 7 നൂറുകളും 8 പത്തുകൾ 9 ഒന്നുകൾ ഇങ്ങനെയും എഴുതാം. ഇനി അതല്ലെങ്കിൽ 7 നൂറുകളും പിന്നെ ബാക്കി എത്രയാണ്? 89 പത്തുകളും ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് 4ാമത്തെ പാഠഭാഗമായ കൂട്ടുകൂടാം എന്ന പാഠഭാഗത്തിലേക്കാണ്. അപ്പോൾ ഈ പാഠഭാഗം വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ഒന്ന് എഴുതി കൂടുതൽ ചെയ്ത് പഠിക്കുക. അത് നന്നായിരിക്കും. എക്സാമിനൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.